നാർസിസിസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും കുറെ ആളുകൾ വന്ന് കമന്റ് ചെയ്യും, ഇതൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ലേ, നിങ്ങൾക്ക് പൈസ കിട്ടാനല്ലേ, നിങ്ങൾക്ക് ഫീസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലാതെ നാർസിസിസം എന്ന് പറഞ്ഞൊരു ടേം ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും എന്റെ വീഡിയോ കൊണ്ട് മാത്രം ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ആൾക്കാരുടെ ബ്രെയിനിൽ ജഡ്ജ്മെന്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ ഇത് ഡോക്ടേഴ്സ് ആണെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്, സൈക്കാട്രിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും അതായത് മറ്റുള്ള രോഗങ്ങളെ കുറിച്ചും മറ്റുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന പോലെ ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നത്. അപ്പൊ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്തൊക്കെയാണെന്ന് പല വീഡിയോസിലും പലരും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് സംസാരിക്കേണ്ട ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാർസിസിസ്റ്റിന്റെ കൂടെ കുറെ നാള് ജീവിച്ചു കഴിഞ്ഞാൽ ആ വിക്ടിം അനുഭവിക്കുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളാണ്. ആ ഒരു ബയോളജിക്കൽ ആസ്പെക്ട് ആണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, അമിഗ്ഡാല. അമിഗ്ഡാലയില് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേടി റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ അമിഗ്ഡാല എന്ന് പറയുന്നത്. അമിഗ്ഡാല നാർസിസിസ്റ്റിക് ആയിട്ട് അബ്യൂസ് അനുഭവിച്ച ഒരാളുടെ അമിഗ്ഡാല എപ്പോഴും ഹൈപ്പർ വിജിലന്റ് ആയിരിക്കും. അതായത് ചെറിയൊരു ശബ്ദം കേട്ടാലും, ചെറിയൊരു ഒച്ച കേട്ടാലോ, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും പേടിപ്പിക്കുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാലോ അവർക്ക് വളരെയധികം അവർക്ക് വളരെയധികം ടെൻഷനും ബുദ്ധിമുട്ടും ഉണ്ടാവും. അവർക്ക് ആൾക്കാരെ കൺഫ്രണ്ട് ചെയ്ത് സംസാരിക്കാനും എല്ലാ അസേർട്ടീവ് ആയിട്ടൊരു കാര്യങ്ങൾ പറയാനും അവർ ഒരുപാട് അഗ്രഷൻ അനുഭവിച്ചുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ഏത് സമയം ഫ്ലൈറ്റ് റെസ്പോൺസിലായിരിക്കും. അതായത് നേരെ ഫൈറ്റ് റെസ്പോൺസിലല്ലാതെ ഫ്ലൈറ്റ് റെസ്പോൺസ്. അത് ഹാൻഡ് സെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു സയന്റിസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും ഓടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും അവരുടെ ബ്രെയിൻ ഉള്ളത്. പിന്നെ നാർസിസിസ്റ്റുകൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ ബ്രെയിനിൽ ഡെസിഷൻസ് എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. വർഷങ്ങളായിട്ട് നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച ഒരാളുടെ ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെസിഷൻ മേക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും നഷ്ടപ്പെടും. അവർക്ക് പ്ലാൻ ചെയ്യാനോ ഒരു തീരുമാനം എടുക്കാനോ ശരി ഏതാ തെറ്റേതാ ഏത് വഴിക്ക് പോകണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എല്ലാം അവർ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നീട് ഒരു ഡോപ്പമിൻ ലൂപ്പ്, അതായത് ചില സമയത്ത് അവരുടെ മൂഡ് കൂടി വരും, ചില സമയത്ത് അവരുടെ മൂഡിന് പ്രശ്നം വരും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസിസ്റ്റിന്റെ ബിഹേവിയർ ഒരിക്കലും സ്റ്റേബിൾ അല്ല. ഇന്ന് പറയും കണ്ണേ കരളേ എന്റെ പൊന്നെ എന്നൊക്കെ പറയും, അടുത്ത ദിവസം പറയും നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം എത്ര ധന്യാണ് നിനക്ക് പോയി. ഇതൊക്കെ നമ്മൾ ഡെയിലി കപ്പിളിന്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ പറയും നിന്നെ ഏത് സമയത്താണോ ഞാൻ കല്യാണം കഴിച്ചതെന്നൊക്കെ ഇപ്പൊ ഞാനും എന്റെ ഭർത്താവിനോട് പറയാറുണ്ട് തമാശയ്ക്ക്. പക്ഷെ ഒരു നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറഞ്ഞാൽ വിക്ടിം കൺഫ്യൂസ്ഡ് ആവും, ഇതിലേതാണ് ചന്ദ്ര ചില സമയത്ത് നീ വലിയൊരാളാണ്, ചന്ദ്ര ചില സമയത്ത് നീ പൊട്ടനാണോ എന്നുള്ള രീതിയിൽ വിക്ടിമിന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് സംഭവിക്കുന്നത്, എന്തരാണ് ഈ സംഭവിക്കണേ എന്നുള്ള കൺഫ്യൂഷൻ ആകെ മൊത്തത്തിൽ ഉണ്ടാവും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോ ക്യാമ്പസ്, നമ്മുടെ ബ്രെയിനിലെ മെമ്മറി കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ ഹിപ്പോ ക്യാമ്പസിൽ പല കാര്യങ്ങളും മറന്നു പോകും. ഈ ട്രോമ സഹിച്ച് ഡെയിലി കാര്യങ്ങൾ മുഴുവൻ വിക്ടിം മറന്നുപോകും. ആൻഡ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന ആള് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് പറഞ്ഞിരിക്കും. സഹിച്ച് മതിയായി വരുന്നത് എപ്പോഴും വിക്ടിം മാത്രമായിരിക്കും. അപ്പൊ അവരെന്ത് പറയും, അവളാണ് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്, അവനാണ് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. പിന്നെ വേറൊരു മിഥ്യാധാരണ ഉണ്ട്, നാർസിസിസ്റ്റുകൾ എന്നും ആണുങ്ങളായിരിക്കും. അല്ല, നാർസിസിസ്റ്റിന് ജെൻഡർ ഇല്ല. അതായത് പനി, ചുമ, വയറുവേദന, തലവേദന, തലകറക്കം, വയറിളക്കം ഇതിനെല്ലാത്തിനും ജെൻഡർ ഇല്ലല്ലോ, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാലോ. അതുപോലെ തന്നെ നാർസിസിസ്റ്റിക് അബ്യൂസും രണ്ട് ജെൻഡറിലും വരും. അപ്പോ താല്പര്യ കക്ഷിയല്ല എന്നുള്ള ആണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ വരുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് സ്ത്രീകൾക്കും വരും. ചെറിയ കുട്ടികളിൽ പോലും ഒരു ടീനേജിലുള്ള ചെറിയ കുട്ടികളിൽ പോലും നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ട്. എത്ര കുട്ടികളാണെന്നറിയോ ബുള്ളിങ് അനുഭവിച്ചിട്ട് വരുന്നത്. ആ കുട്ടി എന്നെ അങ്ങനെ പറഞ്ഞു, കരിമ്പൂതെന്ന് വിളിച്ചു, ചെകുത്താന്ന് വിളിച്ചു, ഇതൊക്കെ കേൾക്കുമ്പോൾ നുള്ളി പിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പിള്ളേരുടെ ഇഷ്യൂസ് ഒന്നും. പക്ഷെ ബോഡി ഷെയ്മിങ് നാർസിസിസ്റ്റുകൾ നമ്മളെ പല രീതിയിൽ എഫക്ട് ചെയ്യും. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യും. നിന്റെ തെറ്റ് എന്റെ തെറ്റല്ല, ഞാൻ ചീറ്റ് ചെയ്തത് നിന്റെ തെറ്റ്, നീ എനിക്ക് ബെഡിൽ മര്യാദയ്ക്ക് എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്നും തന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ചീറ്റ് ചെയ്തു, എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ചീറ്റ് ചെയ്തു, നീ ആരോട് ചോദിക്കാൻ. I suppressed so many emotions when I was with my narcissistic husband that I have memory issues now. People think I'm a liar, but I can't recall things the way I used to. I'm not. നാർസിസിസ്റ്റുകൾ നമ്മളെ പല രീതിയിൽ എഫക്ട് ചെയ്യും. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യും.
നിന്റെ തെറ്റ്, എന്റെ തെറ്റല്ല. ഞാൻ ചീറ്റ് ചെയ്തത് നിന്റെ തെറ്റ്. നീ എനിക്ക് ബെഡിൽ മര്യാദയ്ക്ക് എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്നും തന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ചീറ്റ് ചെയ്തു. എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ചീറ്റ് ചെയ്തു. നീ ആരോട് ചോദിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ അവർ സംസാരിക്കും. രണ്ടാമത് അവർ ഗിൽട്ട് ട്രിപ്പ് ചെയ്യും. എന്നാലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, പക്ഷെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കെട്ടിയതല്ലേ, എന്നാലും പോകരുത്, എന്നെ വിട്ട് പോകരുത്. കല്യാണത്തിന് മുമ്പ് ഭയങ്കര ലവ് ബോംബിംഗ് ആയിരിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ ഒരു മീഡിയം ലെവലിലുള്ള സ്നേഹമായിരിക്കും. എപ്പോ നിങ്ങൾ അവരെ വിട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പിടിക്കലായി, കൈ പിടിക്കലായി, ആ നിമിഷത്തിൽ നിങ്ങൾ പോവും. തെറപ്പി എടുത്ത്, ഭാഗ്യത്തിന് എന്റെ ക്ലിനിക്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, പക്ഷെ തെറപ്പി എടുത്ത് ഓക്കെ ആയിട്ട് പോയിട്ടുള്ള ആൾക്കാർ പോലും ആ ഒരു അബ്യൂസും ഇവരുടെ മഹനീയമായ പെർഫോമൻസ് കണ്ടിട്ട് പിന്നെയും തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ആ ലൂപ്പിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ നാർസിസിസ്റ്റിക് ആയിട്ട് അബ്യൂസ് അനുഭവിച്ചിട്ടുള്ള പല ആൾക്കാരും വന്നിട്ട് നമ്മളോട് പറയും, ഞാൻ കുറെ ഒരു 2-3-4 സെഷൻ എടുത്തു, ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്ന്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സൈക്കോളജിസ്റ്റ് പറയുന്ന കാര്യം ശരിയാണോ, നിങ്ങൾ പതുക്കെ ആ വ്യക്തിയിൽ നിന്നും വിട്ടു പോരാൻ റെഡി ആവണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാത്തത്? നിങ്ങൾ ട്രോമ ബോണ്ടിങ് എഫക്റ്റ് അനുഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാത്തത്. നിങ്ങളെ അവരൊരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവരുടെ മേത്തേക്ക്. അത് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനി ഈ നാർസിസിസ്റ്റിക് അബ്യൂസിന് വിക്ടിമിന് നമ്മൾ കൊടുക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, പിന്നെ ചിലവർക്ക് മെഡിക്കേഷൻസിന്റെ ആവശ്യം വരും. അതുപോലെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് തെറപ്യൂട്ടിക് അപ്രോച്ചസ് മാറും. ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങളൊരു നാർസിസിസ്റ്റിക് അബ്യൂസിലാണെങ്കിൽ രക്ഷപ്പെട്ട് ഓടാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അല്ലാതെ നാട്ടുകാർ എന്ത് വിചാരിക്കും, എന്റെ താലി അത് ഇതെന്നൊന്നും വിചാരിച്ച്, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാർ എന്നെ എന്ത് പറയും, അങ്ങനെ പറയും, ആലിമോണി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, പുരുഷന്മാരുടെ കാര്യത്തിൽ ഞാൻ ആലിമോണി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യം. നിങ്ങളൊരു നല്ല സൈക്കോളജിസ്റ്റിനെ കണ്ട്, നല്ലൊരു വക്കീലിനെ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ റിസോൾവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കുക. ഇതിനൊക്കെ ഞാൻ പറഞ്ഞതിന് ആധാരമായിട്ട് റിസർച്ച് സ്റ്റഡീസും ഞാൻ തന്നിട്ടുണ്ട് താഴെ. അല്ലാതെ ഞാൻ ചുമ്മാ മോട്ടിവേഷൻ പറയാന്ന് പറഞ്ഞ് ഞാൻ ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ അട്ടി കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.